ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് മെറ്റേണൽ പെൽവിസിനെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. OBG പ്രാക്ടിക്കൽ എക്സാമിനും അല്ലെങ്കിൽ നമ്മുടെ തിയറി എക്സാമിനും തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മെറ്റേണൽ പെൽവിസ്. അല്ലെങ്കിൽ ഈ ഒരു പെൽവിസിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്, ഓരോ സ്പെസിഫിക് പാർട്ടായിട്ട് ചോദിക്കാം. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഭാഗമാണ്. സോ ഗായ്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെറ്റേണൽ പെൽവിസ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ പ്യൂബിക് സിംഫൈസിസ് ഉണ്ട്, പിന്നെ 2 ഹിപ്പ് ബോൺസ് ആണ് ഉള്ളത്. ഈ ഹിപ്പ് ബോൺസ് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ഫോമിലാണ് കിടക്കുന്നത്. ഇലിയമാണ് ഇതിൻ്റെ ഒരു ഭാഗം, പിന്നെ ഇഷ്യമുണ്ട്, പ്യൂബിക് ബോൺ ഉണ്ട്. ഫീമെയിൽ പെൽവിസിൻ്റെ മറ്റ് 2 ഭാഗങ്ങളാണ് സാക്രം ആൻഡ് കോക്സിക്സ്. നമുക്കിനി ഹിപ്പ് ബോൺസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഭാഗം ഇലിയമാണ് വരുന്നത്. ഇലിയത്തെ ഇഷ്യവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബോഡി. ഇലിയത്തിൻ്റെ സുപ്പീരിയർ ബോർഡർ, മുകളിലുള്ള ബോർഡറാണ് ഇലിയാക് ക്രസ്റ്റ്. പിന്നെ മുകളിലും താഴെയായിട്ട് ഈ ഒരു ഭാഗത്ത് മുഴച്ചു നിൽക്കുന്ന ഭാഗമാണ് ആൻറ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും ആൻറ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനും. പിന്നെ പുറകിലോട്ട് വരുമ്പോൾ പോസ്റ്റീരിയർ സുപ്പീരിയർ ഇലിയാക് സ്പൈനും പോസ്റ്റീരിയർ ഇൻഫീരിയർ ഇലിയാക് സ്പൈനും വരും. ഈ 2 പോസ്റ്റീരിയർ ഇലിയാക് സ്പൈനിനും തൊട്ട് താഴെയാണ് ഗ്രേറ്റർ സിയാറ്റിക് നോച്ച്. ഇലിയത്തിന്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിൽ, അതായത് ഈ ഒരു സൈഡിലാണ് ഇലിയാക് ട്യൂബറോസിറ്റി വരുന്നത്. പിന്നെ മുന്നിലോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു മിഡിലായിട്ട് ഇലിയാക് ഫോസ വരുന്നത്. പിന്നെ ഇലിയവും സാക്രവും കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നതാണ് സാക്രോ ഇലിയാക് ജോയിന്റ്. നമുക്കിനി അടുത്ത ബോൺ നോക്കാം, ഇഷ്യം. ഈ ഒരു ഭാഗമാണ് ഇഷ്യൽ സ്പൈന്. ഈ ഒരു ഭാഗം ഇഷ്യൽ ട്യൂബറോസിറ്റി അല്ലെങ്കിൽ ഇഷ്യത്തിൻ്റെ ബോഡി എന്നൊക്കെ വിളിക്കും. ഈ ഒരു ഭാഗമാണ് റാമസ്. ഈ ഒരു ഭാഗം ഒപ്റ്റോവേറ്റർ ഫോറാമൻ. ഇനി അടുത്തത് നമ്മൾ പ്യൂബിക് ബോണിൻ്റെ പാർട്സാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ 3 ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സുപ്പീരിയർ റാമസ് മുകളിൽ, പിന്നെ ബോഡി ഉണ്ട്, പിന്നെ ഇൻഫീരിയർ റാമസ് അടിയിൽ. പിന്നെ ഈ ഒരു ഭാഗമാണ് പ്യൂബിക് ട്യൂബർക്കിൾ. ഇത് പ്യൂബിക് ക്രസ്റ്റ്. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ലൈന് പോലത്തത് ഇലിയോപെക്ടീനിയൽ ലൈനാണ്. ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഫൈസിസ് പ്യൂബിസ് അല്ലെങ്കിൽ പ്യൂബിക് സിംഫൈസിസ്. ഇതൊരു കാർട്ടിലേജ് ആണ്. ഇത് അസറ്റബിളാണ്. ഇതൊരു സോക്കറ്റാണ്. ഇവിടെയാണ് തൈബോൺ വന്നിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു അസറ്റാബുലത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അസറ്റാബുലാർ നോച്ച് വരുന്നത്. ഇനി അടുത്തത് സാക്രമാണ്. ഇതൊരു ട്രയാങ്കുലർ ബോൺ ആണ്. 5 വെർട്ടിബ്ര ഫ്യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പാർട്ട് ഓഫ് ആക്സിയൽ സ്കെൽറ്റൽ സിസ്റ്റം ആണ് ഇത്. പിന്നെ ലാറ്ററലി കണക്ട്സ് വിത്ത് ഇലിയം. ഈ ഒരു സാക്രത്തിൻ്റെ മുകളിലെ ഭാഗമാണ് ബേസ്, താഴെയുള്ളത് എപെക്സ് ആണ്. ഈ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് സാക്രൽ പ്രൊമോൺടോയിഡ്. ഇവിടെയാണ് സാക്രോ ഇലിയാക് ജോയിന്റ് വരുന്നത്. ഇത് ഇലിയോ ആയിട്ടുള്ള ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ആണ്. ഇത് ട്രാൻസ്വേഴ്സ് ലൈനാണ്. ഇത് ആൻറ്റീരിയർ ഫോറാമിനയാണ്. ഇത് പോസ്റ്റീരിയർ ഫോറാമിന. ഈ ഒരു ഭാഗമാണ് സാക്രൽ ക്രസ്റ്റ്. ഇത് സാക്രൽ കനാൽ വിത്ത് ഹയാറ്റസ് ആണ്. നമുക്കിനി കോക്സിക്സ് നോക്കാം. ഇതും ഒരു ട്രയാങ്കുലർ ബോൺ ആണ്. 4 വെർട്ടിബ്ര ഫ്യൂസ് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റഡ് ഇൻഫീരിയർലി ആണ്. ഇൻഫീരിയറിലോട്ടാണ് ഡയറക്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഈ ഒരു ഭാഗമാണ് കോക്സിജിയൽ കോർണുവ. സാക്രവും കോക്സിക്സും കൂടി വരുന്ന ഭാഗമാണ് സാക്രോ കോക്സിജിയൽ ജോയിന്റ്. ഇനി നമുക്ക് ജോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സിംഫൈസിസ് പ്യൂബിസ് ആണ്. 2 പ്യൂബിക് ബോണിന് ഇടയിലുള്ള ജോയിന്റ് ആണിത്. പിന്നെ വരുന്നത് സാക്രോ ഇലിയാക് ജോയിന്റ് ആണ്. ഇതൊരു സ്ട്രോങ്ങസ്റ്റ് ജോയിന്റ് ആണ്. അടുത്ത ജോയിന്റ് സാക്രോ കോക്സിജിയൽ ജോയിന്റ് ആണ്. നമുക്കിനി ട്രൂ പെൽവിസും ഫാൾസ് പെൽവിസും നോക്കാം. ഫാൾസ് പെൽവിസിന് പ്രത്യേകിച്ച് ഒരു എക്സാക്ട് പെൽവിക് മെഷർമെൻ്റ് ഒന്നുമില്ല. ഇത് യൂട്രസിനെ പ്രഗ്നൻസിയുടെ ടൈമിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫാൾസ് പെൽവിസിനെ ബൗണ്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇലിയാക് ക്രസ്റ്റ്, ഇലിയാക് ഫോസ, ആൻറ്റീരിയർ അബ്ഡോമിനൽ വാള്, ലംബാർ വെർട്ടിബ്ര. അടുത്തത് ട്രൂ പെൽവിസ് ആണ്. ഇതിന് ഒരു എക്സാക്ട് പെൽവിക് മെഷർമെൻറ്റ് ഉണ്ടാകും. ആൻറ്റീരിയർ വാൾ എന്ന് പറയുന്നത് സിംഫൈസിസ് പ്യൂബിസ് ആണ്, 4 സെൻറ്റിമീറ്റർ. പോസ്റ്റീരിയർ വാൾ സാക്രവും കോക്സിക്സും 12 സെൻറ്റിമീറ്റർ. ഒന്നാമത്തത് സിംഫൈസിസ് പ്യൂബിസ്, രണ്ടാമത്തത് പ്യൂബിക് ക്രസ്റ്റ് ആണ്, മൂന്നാമത്തത് പ്യൂബിക് ട്യൂബർക്കിൾ ആണ്, നാലാമത്തത് പെക്ടീനിയൽ ലൈൻ ആണ്, അഞ്ചാമത്തത് ഇലിയോപെക്ടീനിയൽ എമിനൻസ് ആണ്, ആറാമത്തത് ഇലിയോപെക്ടീനിയൽ ലൈൻ ആണ്, ഏഴാമത്തത് സാക്രോ ഇലിയാക് ജോയിന്റ് ആണ്, എട്ടാമത്തത് ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദി സാക്രൽ അലയാണ്, ഒമ്പതാമത്തത് സാക്രൽ പ്രൊമോൺടറി ആണ്. ഈ ഒരു ട്രൂ പെൽവിസിൽ 9 ലാൻഡ്മാർക്സ് ഉണ്ട്. നമുക്കിനി പെൽവിക് ബ്രിം അല്ലെങ്കിൽ ഇൻലെറ്റിൻ്റെ ഡയമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ, ഒബ്ലിക് ഡയമീറ്റർ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രൂ അല്ലെങ്കിൽ അനാട്ടമിക്കൽ കോൺജുഗേറ്റ്, ഒബ്സ്ട്രക്റ്റിക് കോൺജുഗേറ്റ്, ഡയഗണൽ കോൺജുഗേറ്റ്. അനാട്ടമിക്കൽ കോൺജുഗേറ്റ് വരുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി സാക്രൽ പ്രൊമോൺടറി മുതൽ ഇന്നർ മാർജിൻ ഓഫ് ദി അപ്പർ ബോർഡർ ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് വരെയാണ്.
അടുത്തത് ഒബ്സ്റ്റട്രിക് കോൺജുഗേറ്റ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി സാക്രൽ പ്രൊമോട്ടറി മുതൽ പ്രൊജക്ഷൻ ഇൻ മിഡ് ലൈൻ ഓഫ് ഇന്നർ സർഫേസ് ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് വരെയാണ്. അടുത്തത് ഡയഗണൽ കോൺജുഗേറ്റ് ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി സാക്രൽ പ്രൊമോട്ടറി മുതൽ ലോവർ ബോർഡർ ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് ആണ്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി സാക്രൽ പ്രൊമോട്ടറി എന്നാണ്. അടുത്തത് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ആണ്. ഈ ഒരു ഇലിയോപെക്ടീനിയൽ ലൈനിൽ നിന്ന് മറ്റൊരു ഇലിയോപെക്ടീനിയൽ ലൈനിലേക്കാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇനി അടുത്തത് 2 ഒബ്ലീക്ക് ഡയമീറ്റേഴ്സ് ആണ് ഉള്ളത്, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സാക്രോയിലിയാക് ജോയിന്റ് നിന്ന് ഇലിയോപെക്ടീനിയൽ എമിനൻസ് വരെയാണ്. ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലുമാണ് ഉള്ളത്. ഇനി അടുത്തത് കാവിറ്റി ആണ്. ഇതൊരു റൗണ്ട് സ്ട്രക്ചറാണ്, ബൗണ്ടഡ് എബോവ് ബൈ ഇൻലെറ്റ്, ബിലോ ബൈ ഒബ്സ്റ്റട്രിക് ഔട്ട്ലെറ്റ്. ഈ ഒരു കാവിറ്റിയുടെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സാക്രൽ വെർട്ടിബ്ര വന്ന് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ മുതൽ ഈ ഒരു സിംഫൈസിസ് പ്യൂബിസിൻ്റെ പോസ്റ്റീരിയർ സർഫേസിൻ്റെ മിഡ് പോയിന്റ് വരെയാണ്. ഇനി നമ്മൾ ഔട്ട്ലെറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. 2 തരം ഔട്ട്ലെറ്റ്, ഒബ്സ്റ്റട്രിക് ഔട്ട്ലെറ്റും അനാറ്റമിക്കൽ ഔട്ട്ലെറ്റും. ഒബ്സ്റ്റട്രിക് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഈ യെല്ലോ ഷെയ്ഡഡ് ഡയമണ്ട് ഷേപ്ഡ് ഏരിയ ആണ്. അനാറ്റമിക്കൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഈ പിങ്കിഷ് ഷെയ്ഡഡ് ഏരിയ ആണ്. ഇതിൻ്റെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ ലോവർ ബോർഡർ ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് മുതൽ ടിപ്പ് ഓഫ് ദി സാക്രം വരെയാണ് മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ മെഷർ ചെയ്യുന്നത് 2 ഇഷ്യൽ സ്പൈനുകൾ തമ്മിലുള്ള ഓപ്പോസിറ്റ് ഇഷ്യൽ സ്പൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി അടുത്തത് അനാറ്റമിക്കൽ ഔട്ട്ലെറ്റ് ആണ്. ഈ ഒരു അനാറ്റമിക്കൽ ഔട്ട്ലെറ്റിൻ്റെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ വരുന്നത് ടിപ്പ് ഓഫ് ദി കോക്സിക്സ് മുതൽ ലോവർ ബോർഡർ ഓഫ് ദി സിംഫൈസിസ് പ്യൂബിസ് വരെയാണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ വരുന്നത് ഇന്റർ ട്യൂബറോസ് ഡയമീറ്റർ ആണ്. അതായത് 2 ഇഷ്യൽ ട്യൂബറോസിറ്റി തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സോഫ്റ്റ് ടിഷ്യൂടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒബ്ലിക് ഡയമീറ്റർ എക്സാക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ടൈപ്പ് ഓഫ് പെൽവിസ് കൂടി നോക്കാം. 4 തരത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്: ആൻഡ്രോപോയിഡ്, ഗൈനക്കോയിഡിൽ, പ്ലാറ്റിപ്പലോയിഡ് ആൻഡ് ആൻഡ്രോയിഡ് സ്ട്രക്ചേഴ്സ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റേതെങ്കിലും ടോപ്പിക്കിലെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന കാര്യം നോക്കുക. പിന്നെ ബെല്ലൈക്കൺ കൂടി ഞെക്കിയാൽ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. സോ ബൈ, താങ്ക് യു.